നമുക്കൊരു വാക്യം ഇന്ന് രാത്രിയിൽ ചിന്തിക്ക് വേണ്ടി വായിക്കാം. അത് തെസ്സലോനിക്ക ലേഖനമാണ്. ഫസ്റ്റ് തെസ്സലോനിക്കർ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ് ഈ പ്രസംഗത്തിന് വേണ്ടി ഞാൻ വായിക്കാൻ പോകുന്ന ബൈബിൾ വാക്യം. ഫസ്റ്റ് തെസ്സലോനിക്കർ ചാപ്റ്റർ 4 വേഴ്സസ് 13 ഓൺവേർഡ്സ്, 13-ാമത്തെ വാക്യം തുടങ്ങിയിട്ടുള്ള ചില വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ബൈബിൾ തുറന്നിട്ട് ആ ഭാഗം എടുത്തേ. ബൈബിൾ കൊണ്ടുവന്നവരെല്ലാം ബൈബിൾ തുറന്നേ. എന്നിട്ട് ആ ഭാഗം ഒന്നെടുത്തേ. സ്തോത്രം. എന്നിട്ട് നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അറിവില്ലാതിരിക്കരുത് എന്ന് പറയുന്നത് നിദ്ര കൊള്ളുന്നവരെ കുറിച്ചാണ്. നിദ്ര എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവരെ കുറിച്ച് അറിയാതിരിക്കരുത് എന്നുള്ളതല്ല, പിന്നെ മരിച്ചു പോയവരെ കുറിച്ച് അറിയാതിരിക്കരുത്. അപ്പോൾ മരിച്ചു പോയവരെ കുറിച്ച് പറയുന്ന കുറച്ച് ഭാഗങ്ങളാണ് അത്. മരണത്തെക്കുറിച്ചൂടെ പറയുന്നത് നിദ്ര എന്ന വാക്കിലാണ്. അത് നമുക്ക് സമയമുണ്ടെങ്കിൽ പിന്നീട് ചിന്തിക്കാം. പൗലോസ് പറയുന്നത് അങ്ങനെ മരിച്ചു പോയവരെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും മരിച്ചുപോയവരെയും നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അടുത്ത വാക്യം, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം, കർത്താവിന്റെ പ്രത്യക്ഷത വരെ, മടങ്ങി വരവരെ ജീവനോടെ നാം ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന്, മരിച്ചു പോയവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞാൻ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം കൂടെ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അടുത്ത വാക്യം, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരു കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അവരാണ് ഫസ്റ്റ്. ജീവനോട് നാം ശേഷിച്ചാൽ, ആ സമയത്തുണ്ടെങ്കിൽ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് കൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ ഒരു കൊച്ചു മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അടിസ്ഥാന പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അറ്റൻഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം, എനിക്ക് ചില കാര്യങ്ങൾ ശാന്തമായി നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അറ്റൻഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഡിസ്റ്റർബ്ഡാണ്. പലരെയും ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ ഡിസ്റ്റർബ്ഡാണ്. ബൈബിളിനകത്തൊരു വാക്യമുണ്ട്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും, രക്ഷിക്കും. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നത് നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് രോഗസൗഖ്യം തരാൻ പറ്റുമെങ്കിൽ ശ്രദ്ധയുടെ പ്രാർത്ഥനയ്ക്ക് ഫലകരമാണ്. എല്ലാത്തിനും അത് ഫലകരമാണ്. രോഗം മാത്രമല്ല, ഫലകരമാണ്, ഫ്രൂട്ട്ഫുള്ളാണ്. അപ്പം വിശ്വാസത്തോളം പ്രാധാന്യമുണ്ട് ശ്രദ്ധയ്ക്ക്. എങ്ങനെ ശ്രദ്ധയ്ക്ക്. സ്തോത്രം. വിശ്വാസത്തോളം പ്രാധാന്യമുണ്ട് ശ്രദ്ധയ്ക്ക്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമോ എന്ന വിഷയത്തിൽ എനിക്കിപ്പോഴും ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വേഗത്തിൽ ഞാൻ മുമ്പോട്ട് വരുന്നു. പൗലോസിലേക്ക് എഴുതിയ മനോഹരമായ ഒരു ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. ചില നാളുകൾ പൗലോസിലേക്ക് പ്രവർത്തിച്ചാരംഭിച്ച ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. ആ സഭയെക്കുറിച്ച് ധാരാളം പ്ലസ് പോയിന്റ് അവിടെ പറയുന്നുണ്ട്. വലിയ പ്രതിസന്ധിയായിരുന്നു ആ കാലഘട്ടത്തിലെ സഭകൾക്ക്. ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധിയായിരുന്നു. എന്നാൽ പ്രതിസന്ധി ഉള്ളപ്പോഴും അവർ വളരെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്നവരായിരുന്നു, അല്ലേ? ഇതിൻ്റെ 6-ാമത്തെ വാക്യം, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. വലിയൊരു കാര്യമാ പറയുന്നത്. നിങ്ങൾ കർത്താവിന് മാത്രമല്ല, കർത്താവിന് ഞങ്ങൾക്കും അനുകാരികളായി. വലിയ കഷ്ടത ഉണ്ടെങ്കിലും സന്തോഷമായിരുന്നു നിങ്ങൾക്ക് മെസ്സേജ് കേൾക്കാൻ. ഏതാ? തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പറയുന്നതാണ്. ഇനി താഴോട്ട് വായിക്കുമ്പോൾ
അങ്ങനെ നിങ്ങൾ മക്കതോന്യയിലും അഖായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും എന്തായിരുന്നു? മാതൃകയായി. അതൊക്കെ വലിയ കാര്യങ്ങളാ. ഒന്ന് ഞങ്ങളെ അനുകരിച്ചു, ഞങ്ങളെ ഫോളോ ചെയ്തു. മറ്റൊന്ന് നിങ്ങൾ അവർക്ക് എന്തായിരുന്നു? മാതൃകയായിരുന്നു. ഇതൊക്കെ നമ്മൾ എങ്ങനെയാ പറയുക പബ്ലിക്കലി? സ്തോത്രം. അനേകർക്ക് നിങ്ങൾ മാതൃകയായിരുന്നു. മെസ്സേജ് സന്തോഷത്തോടെ കേട്ടത് മാത്രമല്ല, ആ കേട്ട് നിങ്ങൾ ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായത് മാത്രമല്ല, ഇങ്ങനെ അഖായ അടുത്ത സ്ഥലമാണ്, മക്കതോന്യ അടുത്ത സ്ഥലമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ എന്തായിരുന്നു? മാതൃക എന്ന് പറഞ്ഞാൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുമായിരുന്നു, പറയുമായിരുന്നു. ഇത് തോട്ടടിയിലുള്ള കുഞ്ഞോളമാമ, ആ മാമയെ നോക്കി പഠിക്കേ, തോട്ടടിയിലുള്ള കുഞ്ഞോനജാനെ നോക്കി പഠിക്കുക, എന്തോ മാതൃക എന്ന് പറയത്തക്ക നിലയിൽ അവര് ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. എന്നോട് നിങ്ങളുണ്ടോ? അതായിരുന്നു അവരുടെ ഒരു പ്രത്യേകത. സ്തോത്രം. ഇനി അടുത്തത് പറയുന്നത്, നിങ്ങളുടെ അടുക്കൽ നിന്നും കർത്താവിന്റെ വചനം മുഴങ്ങി ചെന്നത് മക്കതോന്യയിലും അഖായിലും മാത്രമല്ല, അടുത്തടുത്ത സ്ഥലങ്ങൾ മാത്രമല്ല, പിന്നെ എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയാൻ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല. കാരണം ഒന്നും പറയാനില്ല. സ്തോത്രം. ഒന്നും പറയാനില്ല. അത്രയ്ക്ക് ഫ്രൂട്ട്ഫുൾ ആണ്, അത്രയ്ക്ക് മാതൃകാപരമാണ് അവരുടെ ജീവിതം. ഗൗരവമായ കാര്യമാണ്. അങ്ങനെ മാതൃകയോടെ ജീവിക്കുന്ന അടുത്തതെന്ത് എന്നൊരു ചോദ്യം വരും. അത് ചോദിക്കണമെങ്കിൽ ഏകദേശ കാര്യങ്ങളെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം. എന്നിട്ടേ ചോദിക്കൂ അടുത്തത്. അപ്പൊ ആത്മീയതയുടെ ഒരു നല്ല റേഞ്ചിൽ നിൽക്കുന്ന സഭ തെസ്സലോനിക്ക എന്നാ ഞാൻ ചിന്തിക്കുന്നു. വചനത്തിൽ സമ്പന്നരാണ്, മാതൃകയുള്ളവരാണ്, ക്രിസ്തുവിനെ അനുകരിക്കുന്നു. ലിസൺ. ബഹു കഷ്ടം ഉണ്ടായിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ഈ വചനം എന്ന് പറയുന്നത് ഈ അനുകൂല മെസ്സേജ് മാത്രമല്ലല്ലോ, ആണോ? അല്ല. വചനത്തിനകത്ത് എല്ലാം ഉണ്ടെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അടിയുണ്ട്, അല്ലേ, കുത്തുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ എന്തു വന്നാലും സന്തോഷമായി കേൾക്കുക, അതിന് ചെറിയ കാര്യമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കേട്ട് ഒരു സ്പിരിച്വൽ റലത്തിൽ നിൽക്കുന്ന സഭയോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൂത് കർത്താവിന്റെ മടങ്ങി വരവാണ്. ഓക്കെ, 5 കാര്യങ്ങൾ, 5 വാക്യങ്ങളിൽ ഞാൻ ആ കാര്യം തെളിയിക്കാം. 1-10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്നും വരുന്നത് കാത്തിരിപ്പാനും. യേശുവിന്റെ വരവെന്ന സംഭവം അവിടെ വെളിപ്പെടുത്തുക. ഇനി 2-19 വാക്യം, നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു. അപ്പോ അവിടെയും യേശുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇനി 3-20 വാക്യം വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായതിന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പൊ 3-ാം അധ്യായത്തിലും മടങ്ങിയവരനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി 4-ാം അധ്യായത്തിന്റെ വാക്യമാണ് നമ്മൾ വായിച്ച ഏത്? കർത്താവ് താൻ ഗംഭീരനാഥത്തോട്. ആ വാക്യം ഒന്ന് പറഞ്ഞു, ഒരുമിച്ചൊന്ന് പറഞ്ഞു. അല്ലല്ല, എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കട്ടെ, പറയുമോ നോക്കട്ടെ. രക്തത്താല് ചെയ്യും. കർത്താവ് താൻ ഇല്ല, എല്ലാരും പറഞ്ഞില്ല. സ്തോത്രം. എന്നറിയോ, നിങ്ങൾ എന്നോട് പറയണം, ഇത് വലിയൊരു പ്രസംഗമായിട്ട് ചിന്തിക്കേണ്ട. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാതലായിട്ട് പറയാനുണ്ട്. എനിക്ക് കുറച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഈ കാര്യങ്ങൾക്ക് ഇന്ന് രാത്രി കൊണ്ട് തീരുമാനം വരണമല്ലോ. സ്തോത്രം. ഇല്ലയോ? കുറച്ചേറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് 10 രൂപ കിട്ടിയ ഞങ്ങളുടെ അകത്തുണ്ടാകുന്ന ഒന്നാമത്തെ ചിന്ത ഒരു പരസ്യോഗം വെച്ചാലോ എന്നാ. ആ 10ന്റെ കൂടെ ഒരു 10 കൂടെ കിട്ടിയാൽ ഒരു കൺവെൻഷൻ വെച്ചാലോ എന്നാ ഞങ്ങളുടെ മനസ്സിലെ ചിന്ത. എന്നാന്നറിയാവോ? ഇതിന്റെ പിമ്പിൽ ഞങ്ങൾക്കുണ്ട ഒരു പ്രേരക ശക്തി മക്കളില്ലാത്തത് കൊണ്ട്, അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. ഈ ഇരിക്കുന്നവർക്ക് പലർക്കും സ്വന്തമായിട്ട് വീട് പോലും കാണത്തില്ല. പക്ഷെ ഒരാൾ ഒരു 50,000 രൂപ കൊടുത്താൽ അക്കൗണ്ടിൽ മക്കളുടെ പേരിൽ ഇടുന്നതിന് മുമ്പ് ചിന്തിക്കും, 50,000 രൂപ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം. തലയ്ക്ക് ഓളമുള്ളത് കൊണ്ടല്ല,
80 കൊല്ലത്തെ ലൈഫ് ഈസി ആക്കാൻ ആർക്കും. അതിന് ആരുടെയും അഡ്വൈസ് വേണ്ട. നിങ്ങൾ ഈ പ്രായം വരെ വന്നതും നിങ്ങൾ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയത് മേലപ്പാറയുടെ അഡ്വൈസ് കൊണ്ടൊന്നുമല്ല. ഒരു തന്ത്രമോ മന്ത്രമോ ഞങ്ങൾ പറഞ്ഞിട്ടല്ല നിങ്ങൾ ഇതുവരെ വന്നേ. കാരണം നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ അറിയാം, സ്തോത്രം. എന്നാൽ ഇത് ഇത് പൂർണ്ണമല്ലെന്നും ഇതിനപ്പുറത്തൊരു ലൈഫ് ഉണ്ടെന്നും ഞങ്ങൾക്കറിയാം. അവിടെ ജീവിക്കാൻ ഈ അറിവ് പോരെന്ന ബോധ്യമാണ് ഞങ്ങളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ജീവിക്കാൻ ഞങ്ങൾ എന്നാ ഐഡിയ? 10ാം ക്ലാസ്സുകാരനായ ഞാൻ എന്തോ ഐഡിയ പറയാനാ? MBA LLBയും MBBS ഒക്കെ പഠിച്ചിരിക്കുന്ന നിങ്ങൾക്ക് 10ാം ക്ലാസ്സുകാരനായ ഞാൻ എന്തോ ഐഡിയ പറയാനാ? നിങ്ങൾക്ക് ജീവിക്കാൻ അറിയാം. പണം ഉണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാം. മണി മേക്സ് മണി. പണം ഉണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഇത് ഞങ്ങളുടെ സബ്ജക്റ്റേ അല്ലല്ലോ. ഇവിടെ ഇപ്പം നിങ്ങൾ കാശുണ്ടാക്കാൻ ഞങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളെ അലട്ടുന്ന പ്രശ്നം ഇതല്ലെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്കൊരു ട്രെയിൻ കിടക്കുന്നു അകത്ത്. ഞങ്ങളിത് വായിച്ചപ്പോൾ ഞങ്ങളുടെ അകത്തൊരു വലിയ ഭാരം കിടക്കുന്നു. കാരണം ഇതുകൊണ്ട് തീരുന്നില്ല. 70 80 കൊണ്ട് മനുഷ്യന്റെ പരിപാടി പൂട്ടിക്കെട്ടുന്നില്ല. സ്തോത്രം, സ്തോത്രം. നിത്യമായ കാലത്തിലേക്ക് ഒരു യാത്രയാണ്. അതിന്റെ തുടക്കമാണിത്. ഇത് തീരുന്ന പരിപാടിയാണ് മരണം. മരണം എന്ന് പറയുന്നത് അടുത്ത നീണ്ട കാലത്തിലേക്കുള്ള തുടക്കമാണ്. അതെന്തായി തീരുമെന്നുള്ള ആശങ്കയാണ് ഞങ്ങളുടെ അകത്തെ പ്രാണനും ഞങ്ങളുടെ അകത്തെ വേദനയും. അതാണ് ഞങ്ങൾ ഈ യോഗമൊക്കെ വെക്കുന്നത്. സ്തോത്രം. എനിക്കറിയുന്ന പല പാസ്റ്റർമാരുണ്ട്. അതിനകത്ത് എൻ്റെ ഒരു പ്രായമുള്ളൊരു പിതാവുണ്ട്, മരിച്ചുപോയി. 2 സെന്റ് ഉപദേശി എന്ന് കേട്ടിട്ടുണ്ടോ? 2 സെന്റ് ഉപദേശി മുണ്ടക്കത്തുള്ളതാ. മരിച്ചുപോയില്ലയോ? മുഞ്ചവയൽ. പേര് 2 സെന്റ് ഉപദേശി എന്നാ. അതെന്താ അങ്ങനെ പേര് വന്നേ? ഓരോ വർഷവും 2 സെന്റ് വിറ്റോണ്ടിരിക്കും. എന്തിന്? കൺവെൻഷൻ വെക്കാൻ. പാവപ്പെട്ട മനുഷ്യൻ. രാവിലെ തുടങ്ങുന്നത് പരസ്യവും പ്രസംഗിച്ച മുണ്ടക്കയം ടൗണിൽ വന്ന് രാവിലെ പ്രസംഗം തുടങ്ങുന്നത്, രാവിലത്തെ ഒരു ലൈഫ് ആരംഭിക്കുന്നത് പരസ്യവും ചെയ്തുകൊണ്ടാണ്. പരസ്യവും പ്രസംഗിച്ചാൽ തുടങ്ങുന്നേ ആ ദിവസം. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കൂ. രാവിലെ ഒരു കോഫി കുടിച്ച് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുഞ്ചമായിരുന്ന് വണ്ടി കയറി നേരെ മുണ്ടക്കയത്ത് വന്നാൽ ഒരു പരസ്യവും കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, സാധു മനുഷ്യൻ. ഞങ്ങളൊക്കെ വിളിച്ച പേര്, ആ നാട്ടുകാർ വിളിച്ച 2 സെന്റ് ഉപദേശിക്കുന്ന. അതിന്റെ കാരണം ഓരോ കൺവെൻഷനും 2 സെന്റ് വെച്ച് എന്ത് ചെയ്യും? വിൽക്കും. അവസാനം പുള്ളിക്ക് ഉണ്ടായിരുന്നത് 2 സെന്റ് ആയിരുന്നു. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതിനകത്തൊരു ചർച്ച്, ആ 2 സെന്റിൽ ഒരു പാഴ്സനേജ്, ആ 2 സെന്റിനകത്ത് ഒരു കിണറ്, ഒരാൾക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ആ 2 സെന്റിനകത്തുണ്ടായിരുന്നു. എന്താ ഈ 2 സെന്റ് വിൽക്കാൻ കാരണം? വാങ്ങിക്കൂട്ടാൻ ആൾക്കാർ വെമ്പൽ കൊള്ളുമ്പോൾ വിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്, ഒന്നുമില്ലാത്തവനാ ഞാൻ വന്നു. എനിക്കും പറയാൻ അങ്ങനത്തെ സാക്ഷ്യമുണ്ട്. ഒരു ഒന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നു തമ്പുരാൻ എനിക്ക് തന്നെന്ന് പറയുമ്പോൾ ഒരാൾ പറയാ, ഉള്ളിടത്തുനിന്ന് ഞാൻ വന്നു, എല്ലാം ഞാൻ വിറ്റു. എന്റെ ചോദ്യം, ഇതിനെന്താ അവരെ പ്രേരിപ്പിക്കുന്നത്? ഇതിന്റെ പേര് പ്രേരിപ്പിക്കുന്നതിന്റെ കാരണം ചില റിയാലിറ്റീസ് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നത് ഈ മക്കൾ കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് ഒരു സ്തോത്രം എന്ന് പറ. കേപ്പബിൾ ആയിട്ടുള്ള സഭയോട് പരിശുദ്ധാത്മ സംസാരിക്കുന്ന ഒരു ആലോചനയാണ് ഈ കർത്താവിന്റെ മടങ്ങി വരവ്. 5-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നു. യേശുവിന്റെ മടങ്ങി വരവ് എന്ന വാക്യം, ലിസൺ ടു മീ. ഒരു കാര്യം പറഞ്ഞോട്ടെ. പെന്തക്കോസ്തുകാരുടെ യോഗമായതുകൊണ്ട് 9 മണി വരെ ആൾക്കാർ എന്ത് ചെയ്യും? വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ വരുന്നവരെ എന്ത് ചെയ്യരുത്? നോക്കരുത്. അവരെ ഇരുത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പുറകിൽ കസേരയുണ്ട്. വന്ന സമയം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്യാം. നിങ്ങൾ നോക്കിയിരിക്കരുത്. സ്തോത്രം. എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഇനിയും ആൾക്കാർ വരും. ഞാൻ ഒരു ലോക്കൽ സഭയുടെ പാസ്റ്ററും കൂടാ, ഒരു സംഘാടകൻ കൂടാ. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരാളുടെ മുഖം മാറിയാൽ അന്നേരം ഞാൻ എന്ത് ചെയ്യും? പിടിക്കും. എനിക്ക് അന്നേരം അറിയാൻ പറ്റും. ഞാൻ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടെങ്കിൽ തലയ്ക്ക് മേളിക്കരമുയർത്തി സ്തോത്രവും തലയ്ക്ക് മേളിക്കരമുയർത്തി. ഈ കർത്താവിന്റെ മടങ്ങി വരവെന്ന സബ്ജക്റ്റ് ഇവരുടെ അകത്ത് കയറുമ്പോ ഇവർക്കൊരു ഭയമുണ്ടായി. ആ ഭയത്തിന്റെ റീസൺ മരിച്ചു പോയവരെ കുറിച്ചുള്ള ഭയം. അയ്യോ, ഇതൊന്നും അറിയാതെ മരിച്ചു പോയവരുണ്ട്, അറിഞ്ഞിട്ട് മരിച്ചു പോയവരുണ്ട്. മരിച്ചു പോയവർ എന്ത് ചെയ്യും?
ഇന്നും പലർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല. ഒരു മായ പോലെ അങ്ങോട്ട് ചെന്ന് സെല്ലിനകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നെന്നാ പലരും ചിന്തിക്കുന്നത്. ഇല്ല, തീർന്നിട്ടില്ല. സത്യം പറഞ്ഞ പരിപാടി അപ്പം തുടങ്ങുന്നതേ ഉള്ളൂ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സ്തോത്രം. അതെന്തിന് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കണേരി വരുമ്പോൾ 75,000 രൂപ ആ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ഗംഭീരമായിട്ട് അടക്കം എന്ത് ചെയ്യാം, വെക്കാം. അപ്പൊ അവര് വരുന്നവരെ ഞങ്ങൾ ഈ സാധനം കൊണ്ട് മോർച്ചറി വെക്കും. സെൻട്രൽ പാസ്റ്റർ വിളിച്ച് പറയും ഇതുപോലെ ഞങ്ങള് ടെന്റ് അടിക്കും. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ വെള്ളയായിരിക്കത്തില്ല, ഈ തോരണം കറുപ്പായിരിക്കും. അതാ അതിൻ്റെ ഒരു സെറ്റപ്പ്. ദുഃഖമുണ്ടെന്ന് കാണിക്കുന്ന ഒരു കറുപ്പ്. പാസ്റ്റർമാരെയൊക്കെ വിളിച്ച്, ഞങ്ങൾ വീഡിയോക്കാരെയൊക്കെ വിളിച്ച് അതൊരു പ്രോഗ്രാമാ. പിന്നെ പ്രോഗ്രാമിൽ കുഞ്ഞുങ്ങളെല്ലാം, അമ്മയും ആരാണ് അച്ഛനാ മരിച്ചെങ്കിൽ അമ്മയും കുഞ്ഞുങ്ങളൊക്കെ വന്നു. അവരൊക്കെ ഈ ബോഡിയോട് ചേർന്ന് ഇരുന്നു. നിങ്ങൾക്കറിയാം കാര്യങ്ങൾ, ഞങ്ങൾക്കറിയാം. ഇപ്പോൾ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും വന്ന് അനുശോചനം എന്ത് ചെയ്യും പറയും. കഴിഞ്ഞിടയ്ക്ക് ഒരു അമ്മാമ മരിച്ചുപോയി. അനുശോചനം പറയാൻ വന്ന പാസ്റ്റർക്ക് അറിയത്തില്ല മരിച്ചത് അമ്മാമയാണോ അച്ചായനാണോ എന്ന്. അനുശോചനം പറഞ്ഞപ്പോൾ മാറിപ്പോയി, അച്ചായൻ എന്നാ പറഞ്ഞു. ഈ ആരാന്ന് അറിയത്തില്ല, എങ്ങനെയൊക്കെ വന്ന് കയറുന്നതാന്നിട്ടും. അപ്പൊ അനുശോചനം പറയുന്നു. അവിടെ കുറച്ചു പേര് കരയുന്നു. പല കാര്യങ്ങൾ അവിടെ നടക്കുന്നു. വേദനയോടെ കരയുന്നവരുണ്ട്, രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് കരയുന്നവരുണ്ട്, സന്തോഷ കണ്ണുനീർ ഉള്ളവരുണ്ട്. പിന്നെ ഞങ്ങൾ ഒത്തിരി ഇത് റിയാലിറ്റിയാണ്. ഞങ്ങൾ ഒത്തിരി പാടുപെടാറുണ്ട് ഈ അനുശോചനമൊക്കെ പറയാൻ. പലപ്പോഴും നമുക്ക് ഈ ദുഃഖത്തോടെ വേണം പറയാനായിട്ട്, പക്ഷെ ദുഃഖം വരാറില്ല ചിലപ്പോഴൊക്കെ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കരയുന്നവരെ കാണുമ്പോഴാണ്. കാരണം ഈ കരയുന്നവരെ മരണത്തിന് ഒരു 3-4 ദിവസം മുമ്പും ഞങ്ങളെ വിളിച്ച് പറഞ്ഞതാ, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചോണേ, അച്ഛൻ കുറെ കാലമായിട്ട് എന്ത് ചെയ്യുക, കിടപ്പില്ല, കർത്താവിന്റെ ഹിതം നിവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ അർത്ഥം എന്നാ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച അമ്മാമയും അയ്യോ അച്ഛൻ പോയല്ലോ എന്നെ കൂടെ കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ചിരി വരും. പിന്നെ നമ്മൾ സഹിച്ചായി അനുശോചനമൊക്കെ എന്ത് ചെയ്യുന്നത് പറയും. ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന വേദനകൾ ഭയങ്കരമാണ് ആ കാര്യത്തിൽ. ലിസൺ ടു മീ. 12:30 ആകുമ്പോൾ സംഭവം എടുക്കും. അവിടുന്ന് 12 മണിയാകുമ്പോൾ എടുക്കും. നേരത്തെയൊക്കെ 2 മണി 3 മണി 4 ആയിരുന്നു. ഇപ്പൊ സമയം കുറച്ച് വരും. എന്തിനാന്നേ ഇങ്ങനെ വെയിൽ ഈ ചൂടടിക്കുന്നേ? പോയവരോ പോയില്ലേ, 12 11 ഒക്കെ ആവട്ടെ, എന്തിനാന്നേ? നമുക്ക് മനസ്സിലായി കാര്യങ്ങൾ. 60% ആൾക്കാരും വീട്ടിൽ നിന്ന് പോകും, 40% പേര് സെമിത്തേരി ചെല്ലും. നീയോ ദാനിയേലേ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അസലിനകത്ത് ഈ ബോഡി എന്ത് ചെയ്യും, വെക്കും. ചത്താ പിന്നെ എല്ലാവർക്കും ഒറ്റ പേരാ, എന്ത്? ദാനിയേൽ. നീയോ ദാനിയേലേ പോയിക്കൊള്ളുക. ദാനിയേലിനെ അങ്ങോട്ട് തള്ളി വെച്ച് സ്ലാബും വെച്ചിട്ട് അവിടെ നിന്ന് തിരിയുമ്പോൾ കരയുന്ന അമ്മാമ്മയുടെ ആദ്യത്തെ ചോദ്യം കുടിക്കാൻ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ്. കുടിക്കാൻ വല്ലതും ഉണ്ടോ? അമ്മ ജ്യൂസ് എടുക്കട്ടെ മമ്മീന്ന് ചോദിച്ചാൽ വേണോന്നും വേണ്ടെന്നും പറയത്തില്ല. എന്നാൽ അതിനകത്തൊരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ടിന്റെ അർത്ഥം വേണോന്നാ. സ്തോത്രം. സത്യം പറഞ്ഞാൽ ജ്യൂസ് കുടിക്കുന്ന കൂട്ടത്തിൽ പപ്സും കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ആൾക്കാർ എന്തോർക്കും എന്നോർത്താ കഴിക്കാത്തത്. ആരുടെ തലയാട്ടെന്ന് ശരിയാണെന്ന്. രക്തത്താല് ചെയ്യും. സ്തോത്രം സ്തോത്രം സ്തോത്രം. വീട്ടിലെത്തി ഒരു വെജിറ്റേറിയൻ ഊണും കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അങ്ങ് വിട്ടു. പിന്നെ ഇതിനെക്കുറിച്ചൊരു ചിന്തയില്ല. മക്കളെ വിളിച്ചിട്ട് അടുത്ത കാര്യമാ ചോദിക്കുന്നത്, എൻ്റെ കാര്യം എങ്ങനെയാന്നുള്ളതാ. അമ്മയാണെങ്കിൽ അമ്മ ചോദിക്കടാ, ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യണം? മക്കളും മരുമക്കളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ എന്നെ കെട്ടിച്ചു വിടുന്നു അതോ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നു, എങ്ങനെയാ എന്ന് അവരോട് ചോദിക്കും. അപ്പോൾ അവരെല്ലാം കൂടെ ചിന്തിച്ചിട്ട് മനസ്സിലാക്കും കെട്ടിച്ചു വിടുന്നത് ആ ബുദ്ധി. കാരണം അല്ലെങ്കിൽ 6 മാസം നിന്റെ വീട്ടിൽ UK വരും, അടുത്ത 6 മാസം അയർലൻഡിൽ വരും. ഇപ്പം നിന്നെ ഉറക്കത്തില്ല, എന്നെ ഉറക്കത്തില്ല. അതിനേക്കാൾ നല്ലത് ഉറക്കാത്ത ഒരാളെ കെട്ടിച്ചു വിടുവാണെങ്കിൽ പിന്നെ അവരങ്ങ് പൊക്കോളും. അമ്മയ്ക്കും അതാ താല്പര്യം, മറ്റൊന്നും കൊണ്ടല്ല, കെട്ടി ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല. മരുമകളല്ലേ, അതിനേക്കാൾ നല്ലത് മറ്റേ ദുരിതമാണ്. ഇത് ചിന്തിച്ചിട്ടായിരിക്കും. രക്തത്താല് ജയം. സ്തോത്രം. ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ലിസൺ. ഇവിടെ അമ്മയുടെ ക്രമീകരണം, മക്കളെ ക്രമീകരണം, വീട് പാട്ടത്തിന്, റെന്റിന്, റബ്ബർ വെട്ടാൻ ഗോപാലൻ, പട്ടിയെ നോക്കാൻ മേഴ്സി, കാര്യങ്ങൾ ഇവിടുത്തെ കഴിഞ്ഞു. എന്റെ ചിന്ത ദാനിയേലിന്റെ വിഷയത്തില. ദാനിയേലേ ഇയാൾ എവിടെ പോയെന്നുള്ളതാ വിഷയം. അതിനെക്കുറിച്ച് ആര് ചിന്തിക്കുന്നു? ദാനിയേലിനെ കുറിച്ച് ആര് ചിന്തിക്കുന്നു? 6 മാസം കഴിയുമ്പോൾ അടുത്ത ദാനിയേൽ മരിക്കുമ്പോൾ ചർച്ചിനകത്തെ ഒരു സാധുവായ കുടുംബം കാണും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്ന ആരെങ്കിലും ആ ദേശത്ത് കാണും. അവരെ വിളിച്ച് പറയും, എടാ ദാനിയേലിനെ തള്ളിയിട്. അയാൾ ചെന്ന് ദാനിയേലിനെ തള്ളി കുഴിക്കകത്തോട്ടിട്ട് ആ കുഴി വൃത്തിയാക്കി അടുത്ത ബോഡി അവിടെ കൊണ്ടെന്ത് ചെയ്യും, വെക്കും. 6 മാസം കഴിയുമ്പോൾ ഇയാളെയും തള്ളി ആ കുഴിക്കകത്തോടും. എന്റെ ചോദ്യം, ആദ്യം മരിച്ചവൻ എന്ത് ചെയ്യും?
ഇത് എന്താ ഇതിനപ്പുറം? വാട്ട് ഈസ് നെക്സ്റ്റ്? വിശുദ്ധ ബൈബിൾ പറയുന്നത് ആത്മാവ് തന്നെ ഏൽപ്പിച്ചവന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലും. ദേഹം ഈ മണ്ണിനകത്ത് ദ്രവിക്കും, ദേഹി ദൈവമാക്കുന്നിടത്തോട്ട് ചെല്ലും. ഇപ്പോ ദേഹി ആത്മാവിന്റെ സമ്മിശ്ര സമ്മേളനമാണ് ഏലപ്പാറ. പക്ഷെ എന്റെ പ്രാണൻ ഇവിടുന്ന് വിട്ടാൽ ഇത് മൂന്നും സെപ്പറേറ്റഡാ. ലിസൺ ടു മീ. പ്രാണൻ വിട്ടാൽ മൂന്നും സെപ്പറേറ്റഡാ. ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നിടത്തോട്ട് പോകും. മനസ്സിലാക്കിക്കോ, ഇതാ മരണം. ഈ ദേഹം പൊടിയിൽ നിന്നെടുത്തത് കൊണ്ട് പൊടിയിലേക്കും, ദേഹി ആത്മാവ് ദൈവമാക്കുന്ന സ്ഥലത്തോട്ടും പോകും. പിന്നെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ലിസൺ, എവിടാണോ ദൈവമാക്കുന്നത് അവിടെ താക്കും. അതുകൊണ്ടാണ് ഈ ഭൂതപ്രേത പിശാചികളിൽ നമുക്കങ്ങനെ വലിയ വിശ്വാസം ഇല്ലാത്ത. കഴിഞ്ഞ ആഴ്ച മരിച്ച കുഞ്ഞോനച്ചൻ തോട്ടടി കൂടെ ഈ ആഴ്ച പോയെന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്തുകാരൻ സ്വോത്രം എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. കാരണം എന്നാ? അവനറിയാം നടക്കത്തില്ലെന്ന്. പിന്നെ അയാളുടെ പേരിൽ വേണമെങ്കിൽ പിശാചിന് വരാൻ പറ്റും, പക്ഷെ അദ്ദേഹത്തിന് വരാൻ പറ്റത്തില്ല. കാരണം എന്താ? അവനെയൊക്കെ ഒതുക്കി വെച്ചേക്കുന്ന സ്ഥലമുണ്ട്, റിമൈൻഡിങ് പ്ലേസ് തമ്പുരാനാക്കി വെച്ചേക്കുന്ന സ്ഥലമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, വാങ്ങിപ്പോയവർ അതിലേക്ക് ഇറങ്ങുന്നുണ്ട്, ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടെന്നോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. അത് സംഭവിക്കുന്ന കാര്യമല്ല. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ കിടന്നു മൂന്ന് പാർട്ടായി. പക്ഷെ ഇവിടെ പറയുന്നു, അങ്ങനെ മരിച്ചു പോയവരെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത്. അറിയണം. എന്തറിയണം? ഫസ്റ്റ് ഓഫ് ഓൾ അവരെ കുറിച്ച് പറയുന്നത് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, സ്തോത്രം സ്തോത്രം സ്തോത്രം, അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുണ്ട്, അതിന്റെ തെളിവ് ഞാൻ പറയാം. വിശ്വസിക്കുന്നു എങ്കിൽ അടുത്ത വാക്യം നോക്കിക്കേ. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും, ദൈവം നിദ്ര കൊണ്ടവരെയും, മൂന്ന് പാർട്ടായി ഡിവൈഡായി പോയവരെയും വായിച്ചോ. യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും എന്ന് പറഞ്ഞാൽ 50, 60, 100, 150, 200, 250, 300, 350, 400, 500 കൊല്ലം മുമ്പ് മരിച്ചവരെയും, മൂന്ന് പാർട്ടായി പോയവരെയും തമ്പുരാന്റെ വരവിൽ ഒന്നിപ്പിച്ചിട്ട് എഴുന്നേൽപ്പിച്ചു വരുന്ന ഒരു സുദിനമുണ്ട്, ഒരു സുന്ദരമായ അനുഭവമുണ്ട്. ഇന്ന് രാത്രി പ്രത്യാശിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരുമിച്ചൊന്ന് സ്തോത്രം പറ. പുനരുത്ഥാനം എന്നൊരു സംഭവം ഉണ്ട്. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ഇടയ്ക്കൊരു സ്തോത്രമൊക്കെ പറയണം. ഇല്ലെങ്കിലും ഞാൻ പ്രസംഗിക്കും, നിങ്ങൾക്ക് ഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു സിമ്പലായി സ്തോത്രം. കൊരിന്ത്യക്കാർക്ക് ഇത് അറിയത്തില്ലായിരുന്നു. അവരോർത്ത് തീർന്നെന്ന. പൗലോസ് പറഞ്ഞു തീർന്നിട്ടില്ല. മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? അന്നത്തെ കാലത്ത് അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യും? അതെന്തിനാ സ്നാനപ്പെടുന്നേ? 3 കാര്യങ്ങൾ. ഒന്ന്, ഇവർക്കറിയാം മരണം കൊണ്ട് തീരുന്നില്ലെന്ന്, ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നൊരു ബോധ്യമുണ്ട്. അയ്യോ, കുഞ്ഞോച്ചാൻ കഴിഞ്ഞ ആഴ്ച ചത്തുപോയതാ, കഴിഞ്ഞ കൊല്ലം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല, ഉയർത്തെഴുന്നേൽപ്പുള്ളപ്പം കുഞ്ഞോച്ചൻ തള്ളിപ്പോകുമോ പേടിച്ചു. അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിലും മുങ്ങാൻ തീരുമാനിച്ചു. വല്ല പ്രയോജനവും ഉണ്ടാകുന്നെങ്കിൽ ഒന്നാ ചിന്തയാ. 2, സ്നാനപ്പെടാതെ ദൈവരാജ്യത്തിൽ പോകാൻ പറ്റില്ലെന്ന് അവരുടെ അറിവ്. 3, കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയ കുഞ്ഞുമാനുജാനോട് അമ്മാമയ്ക്ക് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് നിങ്ങൾ വിട്ടുന്നില്ല. അച്ഛൻ മരിച്ചുപോയി പണ്ട്, കഴിഞ്ഞ കൊല്ലം മരിച്ചു പോയതാ, അല്ലെങ്കിൽ 1.5 കൊല്ലമായി മരിച്ചു പോയിട്ട്. അമ്മാമ ഇപ്പോഴും അച്ഛനെ ഓർത്തിട്ട് പറഞ്ഞു, ഞാൻ കുഞ്ഞുമാനുജാന് വേണ്ടി മുങ്ങുവാ. അയ്യോ, മാമയുടെയൊക്കെ സ്നേഹം കണ്ടു. ഇങ്ങോട്ട് വന്നേ. ഈ പ്രാക്ടിക്കൽ ലൈഫ് കുറെ കാര്യമുണ്ട്. പബ്ലിക്കിലായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സത്യമാണെങ്കിലും അപ്രിയമാണ്. ഇതിനെക്കുറിച്ചൊരു ധാരണ അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് ആ 15-ാം അധ്യായത്തിലും ഈ വാക്യത്തിലും, എന്നെ കേൾക്കൂ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് മരിച്ചു പോയവർ ആ കല്ലറ കൊണ്ട് ഒതുങ്ങുന്നില്ല, തീരുന്നില്ല, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല.
പ്രൈസ് ദി ലോർഡ്. മണ്ണോട് മണ്ണായാലും അവിടെ നിന്നും നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനത്തെ ഒരു നാളുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? കരമൊന്ന് ഉയർത്തി ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ അതുകൊണ്ടാണ് ഈ ലൈഫ് കെയർഫുൾ ആവണമെന്ന് പറയുന്നത്. കാരണം 80 കൊല്ലം കൊണ്ട് തീരുന്ന കാര്യമാണ്, വലിയ കുഴപ്പമൊന്നും ഇത് തീരുവല്ലോ എന്റെ പൊന്നെ. ഇതിനപ്പുറം തുടങ്ങുക. ഇപ്പം ബർത്ത്ഡേ ഉണ്ട്, ഇതിനപ്പുറത്ത് പോയാൽ ബർത്ത്ഡേ ഇല്ല. കാലങ്ങൾ ഇല്ലെന്നാ, ജരാനരകൾ ബാധിക്കത്തില്ലെന്നാ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. അപ്പൊ ഇത് 80 കൊല്ലം കാലം, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ട്. ഇതിനപ്പുറത്ത് അങ്ങനത്തെ കാര്യമില്ല. പിന്നെ ലൈഫ് ലോങ്, നിത്യത. നിത്യത നിത്യത മീൻസ് നിത്യമായ കാലം. അയ്യോ, ആ ലൈഫ് എന്ത് ചെയ്യും? അതാണ് വിഷയം. ഞാൻ പറഞ്ഞല്ലോ 80 കൊല്ലം നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാം, നിങ്ങൾക്ക് അതിനുള്ള ഐഡിയ ഉണ്ട്. പക്ഷെ അതാണ് ഞങ്ങളുടെ കാലം. ഞങ്ങളെ അലട്ടുന്ന പ്രോബ്ലം അതാ, ഞങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാ. സ്തോത്രം. ഞങ്ങളുടെ മനസ്സിനകത്തുള്ള ഭാരം അതാ. പാട്ടുപാടിയപ്പോൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ, നിത്യമായോ. വേണ്ട, നമുക്ക് നിർത്തിയേക്ക. എന്തിനാ ഈ ടെൻഷൻ പിടിച്ച് പാടുന്നത്? നിത്യമായോർ വാസസ്ഥലം, ശുദ്ധർ സ്തുതിക്കുന്ന നാട്, അന്ധതയില്ലാത്തൊരു നാട്, കണ്ണുനീരില്ലാത്തൊരു നാട്, മുറവിളിയില്ലാത്തൊരു നാട് ഇതിനപ്പുറത്തുണ്ട്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ തന്നെ കെടാത്ത തീയും ചാകാത്ത പുഴുവും തീ കൊണ്ടുപ്പിടുന്നതുമായ മറ്റൊരു സ്ഥലം. അതും എന്താണ്? നിത്യതയാണ്. ഇപ്പൊ അവിടെയൊക്കെ എന്തായി തീരുമെന്നാണ് നമ്മുടെ വിഷയം. കാരണം ഇവിടെ ഇപ്പം നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയും ജീവിക്കാം, നല്ല സാക്ഷ്യത്തോടൊക്കെ ജീവിക്കാൻ പറ്റും. സ്തോത്രം. കാരണം നമ്മളെ ആരും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ അറിയുന്നില്ലല്ലോ. ഇപ്പം ഞാൻ കുഞ്ഞമ്മ ഭക്തയായ സ്ത്രീയാ കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞമ്മ ഭക്തയാകത്തില്ല. ഭക്തിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ വിഷയത്തിൽ, എൻ്റെ ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത് കുഞ്ഞമ്മ ഭക്തിയാണ്. കുഞ്ഞമ്മ സത്യത്തിൽ ഭക്തയാണോ എന്ന് അച്ചായനോട് എന്ത് ചെയ്യണം? ഞാൻ പറയണം കുഞ്ഞമ്മ ഭക്തയാണ്. അതുപോലെ തന്നെ കുഞ്ഞോനച്ചാൻ്റെ കാര്യത്തിലും. ഇവിടെ ഇപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുമെങ്കിലും ഈ എഴുന്നേൽപ്പിന് ശേഷമാണ് റിസൾട്ടുകൾ പറയപ്പെടുന്നത്. അതുവരെ നോ റിസൾട്ട്. പിന്നെ അതുവരെ ഞങ്ങൾ പറയുന്ന റിസൾട്ടാ. ഈ അടക്കത്തിന് ഞങ്ങൾ പറയുന്ന സാക്ഷ്യമാണ്. അയ്യോ, ഇതുപോലൊരു ഭക്തൻ. ഇങ്ങനെയും മനുഷ്യരുണ്ടോ? കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി ഇതുപോലെ കൊടുക്കുന്ന മനുഷ്യൻ. സ്തോത്രം. ഞങ്ങളങ്ങ് പറയുക. എന്തിനാ ലാസ്റ്റ് സമയത്ത് ഒരു ഭാരം വരുത്തുന്നതെന്ന് ഓർത്തിട്ടാണ്. മാക്സിമം സന്തോഷകരമായ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു വിടുക. സത്യത്തിൽ വീട്ടുകാർക്ക് പോലും ആശങ്കയുണ്ടാകും, ഇത് അച്ചായൻ തന്നെ ആണോ എന്ന വിഷയത്തിലുണ്ടാകും. എന്നാലും ഞങ്ങൾ അങ്ങ് കർത്താവിന്റെ വേലയിൽ സ്നേഹിക്കുന്ന ദേവദാസന്മാരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒക്കെ ഞങ്ങൾ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ എല്ലാവരും ഒന്നും അങ്ങനെയൊന്നും അല്ല. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കിട്ടുന്ന ടീമുകളാണ് കൂടുതലും. ഉലകത്തിൽ ആർക്ക് നന്മ കിട്ടിയാലും ഒരു കുശുമ്പുമില്ല. പക്ഷെ പാസ്റ്റേഴ്സിന് കിട്ടിയാൽ ഇറിറ്റേറ്റഡ് ആകുന്നവരാ പലരും. നിങ്ങൾ വേണ്ടുന്നില്ല കേട്ടോ. ഒരു പുതിയ വണ്ടി പാഴ്സൺ അതിന്റെ ഫ്രണ്ടിൽ വന്നാൽ അടുത്ത ആഴ്ച തീരുമാനിക്കും ഇനി പാസ്റ്റർക്ക് ശമ്പളം മതി കേട്ടോ എന്ന് തീരുമാനിക്കും. അത് പോട്ടെ, നമ്മൾ പബ്ലിക്കലി അത് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞില്ല. എനിക്ക് അറിയാം ഇതൊക്കെ, ഞാൻ പാസ്റ്റർ ആയതുകൊണ്ട് ഈ പരിപാടിക്ക് നമുക്ക് എന്ത് ചെയ്യാം അറിയാം. അതുവരെ ഞങ്ങൾ പറയും റിസൾട്ടുകൾ. അതിനപ്പുറം അരച്ച് കലക്കി കുടിച്ചവൻ പറയും. നിന്റെ ഇന്നലകളും നിന്റെ ഇന്നിന്റെ അനുഭവങ്ങളും നിന്റെ ഇന്നലെ വരെ ചെയ്തു കൂട്ടിയ സകലതും കണക്കെടുത്തിട്ട് തമ്പുരാൻ ഒരു റിസൾട്ട് പറയും. അതിനകത്തെ കാര്യമുള്ളൂ. ഇപ്പൊ ജോസൻ എനിക്ക് ജോസനെ ഭയങ്കര ഇഷ്ടം. അത് ജോസൻ അറിയാം. എത്ര മനോഹരമായ പാട്ടാ പാടുന്നത്.
എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞു നല്ല പാട്ടാ, നല്ല പാട്ടാ. പക്ഷെ അതുകൊണ്ട് വല്ല കാര്യമുണ്ട്? ഇത് ഞാനങ്ങ് പറഞ്ഞിട്ട് പോവില്ലയോ, വല്ലതും കൊടുക്കുമോ? എന്നാൽ ആര് പറയണം? അവിടെ പറഞ്ഞാൽ അപ്രീസിയേഷൻ മാത്രമല്ല, ഗിഫ്റ്റ് ഉണ്ടാവും. പക്ഷെ അവിടെ പാട്ട് കൊള്ളാമെന്ന് പറയണമെങ്കിൽ പാട്ടും അതിന്റെ പിമ്പിലെ ഇന്റൻഷനും തപ്പും. എലപ്പാറയുടെ പ്രസംഗം കൊള്ളാമെന്നോ കൊള്ളത്തില്ലെന്നോ നിങ്ങൾ അഭിപ്രായം പറയുന്നുണ്ട്, എനിക്ക് ഒരു മെച്ചവുമില്ല. എന്നാൽ തമ്പുരാൻ പറയണം കൊള്ളാമെന്ന്. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ ഈ പ്രസംഗവും അത് പറയാൻ പ്രേരിപ്പിച്ച എന്റെ ഇന്റൻഷനും വിഷയമാണ്. എന്റെ ഉള്ളം പിടിക്കണം, ഉള്ളം പിടിക്കും. ഇവൻ അടുത്ത നിർണയ യോഗത്തിനും മീറ്റിംഗ് ഒപ്പിക്കാൻ വേണ്ടിയാണോ ഇവന് കാണിക്കുന്നേ? എന്റെ ഉള്ളം നിങ്ങൾക്കറിയത്തില്ലല്ലോ. അങ്ങനെ റിസൾട്ട് പറയും. അവിടാണ് അപകടം വരുന്നത്. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ വളരെ ഗ്രാൻഡായിട്ട് ജീവിച്ചൊരു മനുഷ്യനുണ്ട്, പേര് ലോത്ത്. പുള്ളി വലഞ്ഞു പോയ കാര്യം പുള്ളിക്ക് മാത്രമേ അറിയാഞ്ഞതായി ഉള്ളൂ. 61-ാമത്തെ പുസ്തകമാണ് പത്രോസിന്റെ ലേഖനം. ആ പുസ്തകത്തിൽ പറയുന്നു വലഞ്ഞു പോയ നീതിമാനായ ലോത്ത്. 61-ാമത്തെ പുസ്തകത്തിൽ റിസൾട്ട് പറഞ്ഞു ആള് വലഞ്ഞു പോയെന്ന്. പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. പട്ടണത്തിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു, നല്ല വീട് വെച്ചു, മാനുഷികമായി നോക്കിയാൽ ഒന്നുമില്ലാതെ ഊരിന്ന് വന്നതാണ്. വിളിയുള്ള ആളല്ല, വിളിയുള്ളവന്റെ കൂടെ വന്ന ആളാണ്. എന്നിട്ടും പുള്ളിയെ തമ്പുരാൻ മാനിച്ചല്ലോ. ഗ്ലോറി. വിളിയുള്ളവൻ കൂടാരത്തിൽ താമസിക്കുമ്പോൾ, വിളിയുള്ളവൻ മരുഭൂമിയിൽ താമസിക്കുമ്പോൾ വിളിയുള്ളവന്റെ കൂടെ വന്നവൻ ഇല്ലേ? പക്ഷെ തമ്പുരാൻ പറഞ്ഞു ഇല്ല, വലഞ്ഞു. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. റിസൾട്ട് വെളിപ്പെടുത്തുമ്പോഴേ നീ ആരാന്നറിയൂ. ഇന്ന് രാത്രി എന്റെ കൂടെ നിങ്ങളുണ്ടോ? ഈ രാത്രി ദൂതിന്റെ ആഴങ്ങൾ തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന് ഒരിക്കൽ കൂടി ആ കാര്യങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയണം. ഈ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ റിസൾട്ട് പറയും. ആ റിസൾട്ട് അനുസരിച്ച് അങ്ങോട്ടുള്ള ജീവിതം എന്ത് ചെയ്യുന്നേ? ഡിസൈഡ് ചെയ്യുന്നു. റിസൾട്ട് പറയുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? മൊത്തം അളവ് പിടിക്കും, വാക്കുകൾ പിടിക്കും. എന്റെ ചിന്ത സിമ്പിളാക്കി പറയാനായിട്ടോ, വാക്യമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ സിമ്പിളായിട്ട് പറയാൻ പറഞ്ഞ വാക്കുകളെല്ലാം കൂടെ അളക്കും, ചെയ്ത പ്രവൃത്തിയെല്ലാം കൂടെ അളക്കും. ഇല്ല, ഞാനത് എൻ്റെ ബെഡ്റൂമിൻ്റെ അകത്ത് ചെയ്ത അത് കുഴപ്പമൊന്നുമില്ല, ബെഡ് വന്ന് പറഞ്ഞോളൂ. അല്ല, ഞാൻ ഒരു ശകലം കുടിക്കുമായിരുന്നു, താഴെ നിൽക്കുമ്പോഴല്ല, വിമാനത്തിൽ പോകുമ്പോൾ. അത് ആരും കണ്ടിട്ടില്ല, ഇല്ല. പക്ഷെ ആ സീറ്റ് വന്ന് എന്ത് ചെയ്യും? പറയും. നീ തിരിച്ചറിഞ്ഞ കാലം മുതൽ മരണം വരെ ചെയ്തു കൂട്ടിയത് മുഴുവൻ ഒരു സ്ക്രീനെ വെളിപ്പെടുത്തുന്നത് പോലെ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി പിടിച്ചിട്ട് നിന്നെ അളന്ന് തൂക്കി കണക്ക് പറയും. ചിരിച്ചു കളിച്ചൊന്ന് ഇറങ്ങി പോവല്ല എന്റെ അച്ഛാ, കാര്യങ്ങൾ വളരെ അപകടകരമാണ്. പ്രായപൂർത്തി തിരിച്ചറിയുന്ന കാലഘട്ടം മുതൽ മരിക്കുന്ന നാൾ വരെ ചെയ്തു കൂട്ടിയത് മൊത്തം ഇങ്ങനെ സ്ക്രീനിൽ കൊണ്ടുവരും. കുറ്റം പറഞ്ഞത്, പിറുപിറുത്തത്, തള്ളിപ്പറഞ്ഞത്, ഒറ്റിക്കൊടുത്തത്, മാന്തി എടുത്തത്, കൊടുക്കേണ്ടത് കൊടുക്കാതെ പിടിച്ചു വെച്ചത്, ഇതെല്ലാം കൂടെ എന്നോട് നിങ്ങൾ ഉണ്ടോ? ആര് കണ്ടോ? ഇനി ചോദിക്കുന്നില്ല പോട്ട്, ഇനിയിപ്പോ ഉണ്ടോ എന്ന് തന്നെ ചോദിക്കാം. ഇതെല്ലാം കൂടെ ഒരു സ്ക്രീനിൽ കയറി പിടിക്കും. അതിനകത്ത് ഇത് ഓരോന്നോരോന്ന് വെളിപ്പെടുത്തുമ്പോൾ നീ അന്തം വിടും. ഇത് ഞാൻ തന്നെയാണോ? അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. വാദിക്കാൻ നമ്മുടെ വക്കീലില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നും പറയാതെ പഞ്ചപുച്ഛമടച്ച് കൈകെട്ടി നിൽക്കുന്ന നിന്നോട് ഇത് മൊത്തം തെളിവായി നിരത്തിയിട്ട് പറയും, ഇല്ലില്ലില്ല, എന്റെ പിതാവിന്റെ ഭവനത്തിൽ വസിക്കാൻ നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് അപ്പുറത്ത് കൊണ്ടിടും, അതല്ലെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടിടും. എന്തായാലും ഒന്നുറപ്പാ, നിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ആ ഒരു കാര്യം നടക്കണമെങ്കിൽ നിർബന്ധമായും എന്തുണ്ടാവണം? പുനരുത്ഥാനം നടക്കണം. നടക്കുവോ? നടക്കും. അതെന്താ പാസ്റ്റർ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം? തെളിവുകൾ പലതുള്ളത് കൊണ്ടാണ്. യെസ്, 3 തെളിവുകൾ ഞാൻ പറയാം. ഒന്ന്,
തിരുവഴുത്തിൽ നിന്നുള്ള തെളിവ്. വായിക്കാമോ മാസ്റ്ററെ? റോമാലേഖനം 4:17 വായിച്ചാട്ടെ പ്ലീസ്. മരിച്ചവരെ ഉയർപ്പിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. പൗലോസ് പറയുന്നു മരിച്ചവരെ ജീവിപ്പിക്കും. ഇത് പറഞ്ഞാരെന്നറിയാമോ? അബ്രഹാമാ. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ ചോദിച്ചു, അബ്രഹാമെ മരിച്ചവരെ ജീവിപ്പിക്കുമോ? യെസ്. ഞാൻ പറഞ്ഞ തെളിവ് വല്ലതും ഉണ്ടോ? പറഞ്ഞ തെളിവൊന്നും ഇല്ല. ഞാൻ ചോദിച്ചു എന്നെ ഇല്ലാത്ത. ഇല്ല മാസ്റ്ററെ, എൻ്റെ കൺമുമ്പിൽ മരിച്ചവരാരും ഉയർത്തിട്ടില്ല. ഇവിടെ നിങ്ങൾ വന്നേ. ഉൽപ്പത്തി 12 അബ്രഹാമിന്റെ എൻട്രി ഇല്ല. 12 15 25 50 175 വയസ്സ് വരെ ജീവിച്ചിരുന്ന അബ്രഹാമിന്റെ കൺമുമ്പിൽ മരുന്നിന് പോലും ഒരു മനുഷ്യൻ ഉയർത്തിട്ടില്ല. പക്ഷെ ആ മനുഷ്യനോട് പറയുന്നു, ഇല്ല, മരിച്ചവരെ ഉയർപ്പിക്കും, മരിച്ചവരെ ജീവിപ്പിക്കും. ഒരു പ്രവചന ദൂത് പോലെ പൗലോസിലേക്ക് പറയുന്നു, ഇല്ല, മരിച്ചവർ മരിച്ചു മൺമറഞ്ഞു പോകുകയല്ല, പിന്നെ അവനെ നിന്ന് ജീവിപ്പിക്കും. ഇത് തിരുവഴുത്തിലെ തെളിവാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ആമേൻ. യോബിന്റെ പുസ്തകം 14 വായിക്കുമ്പോൾ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? അവൻ ജീവിക്കുമോ? യോബിന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ യോബിനെ കൊണ്ട് 19:25 ദൈവം പറയിപ്പിച്ചു, എന്റെ ദേഹം, എന്റെ ത്വക്കിങ്ങനെ ക്ഷയിച്ച ശേഷം, എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച ശേഷം, ഇല്ലേ, എന്റെ ദേഹം ക്ഷയിച്ച ശേഷം അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ദേഹം ക്ഷയിച്ചു പോയാൽ പിന്നെ ഏതാ ദേഹം? രക്തത്താൽ ജയം. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാത്ത യോബിനെ കൊണ്ട് തമ്പുരാൻ പറയിപ്പിച്ചില്ല, ഈ ദേഹം ക്ഷയിച്ചു പോയാലും ആ ദൈവത്തെ കാണാനുള്ള മറ്റൊരു ദേഹം നിനക്ക് തരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിലർ ലാഘവത്തോടെ കേൾക്കുന്ന കാണുമ്പോൾ എനിക്കൊരു ഭയം വരുന്നു. ഇത് മോനെ കാലിഫോർണിയയെ കൊണ്ടുവന്ന പ്രസംഗമൊന്നുമല്ല. ആന്നോ? മോളെ ഉഗാണ്ടയെ വിടുമെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗമല്ലോ. ഇതൊക്കെ പ്രസംഗത്തിന്റെ റേഞ്ച് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓരോ ടോപ്പിക്കിനും കൊടുക്കേണ്ട ഗൗരവമായ സീരിയസ്നെസ് ഉണ്ട് ഓരോ ടോപ്പിക്കിനും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇവിടം കൊണ്ട് തീരുമാനിച്ചിട്ട് പോകണം എന്തായി തീരുമാനം, എൻ്റെ അവസാനം എന്താകും. എന്നാലും മരണം കൊണ്ട് തീരത്തിലും തീരുമാനിച്ചു. ഇവിടം കൊണ്ട് തീരുമാനിക്കണം ഇതിനപ്പുറത്ത് എന്താകുമെന്ന്. ഇന്ന് രാത്രി ഒരു സ്ക്രീനിൽ വെളിപ്പെടുന്നത് പോലെ നിന്റെ പാവങ്ങളും ജീവിതത്തിന്റെ രീതികളും വെളിപ്പെട്ടു വന്നിട്ട് ഇന്ന് തീരുമാനിക്കണം ഞാൻ എവിടെ ചെന്നെത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ കൺവെൻഷൻ വെറും ചടങ്ങായി മാറും. ഇന്ന് രാത്രി ഒരാളുടെ അകത്തെങ്കിലും അത് കത്തുന്നുണ്ടെങ്കിൽ അതാ ഇതിന്റെ സക്സസ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ കൂടിയുള്ള ധാരാളം തെളിവുകളുണ്ട്. യശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ 9-ാമത്തെ വാക്യം തോന്നുന്നു, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, എന്റെ മൃതന്മാർ ജീവിക്കും, പൊടിയിൽ കിടക്കുന്നവർ ഉണർന്നു ഘോഷിക്കും എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് തീരത്തില്ല. ഓ റംശനാദിയ, കല്ലറ പിടിച്ചു വെക്കത്തില്ല. ഓ, ഒരു മൺതരിയും നിന്നെ ഒതുക്കി വെക്കത്തില്ല. ഇന്ന് രാത്രി അപ്രത്യാശയുള്ള ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇല്ല, ഈ മണ്ണ്, ഈ മാർബിൾ സൗധം നിന്നെ പൂട്ടിവെക്കത്തില്ല. ലമാന ഹന്ദർ ജനാഥന. ഈ കല്ലറയ്ക്ക് നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ശമന റഗദല ഭൗഷസ്യാന്തർജനാഥന. കർത്താവൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്നവർ മുമ്പേ എഴുന്നേൽക്കും. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ മണ്ണിന്റെ ശക്തിയെ പൊട്ടിച്ചിട്ട് അകത്ത് നിന്ന് നീ പുറത്തു വരും. ഇന്ന് രാത്രി ഉറപ്പുള്ള എത്ര ദൈവമക്കൾ? 2 മിനിറ്റുകളെ കരമടിച്ച് കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ചേ. പ്രത്യാശയുള്ളവർ മാത്രം കരമടിച്ച് ഒരു 2 മിനിറ്റ്സ് കർത്താവിനെ ഒന്ന് ആരാധിച്ചേ. യേശുവിൻ നാമം.
കരമടിക്കുന്നെങ്കിൽ നിങ്ങൾ. ഞാൻ അവിടെ വരെ ഒന്ന് ചെന്നു. സുഖമില്ലാത്തവരെ കാണുമ്പോൾ നമ്മുടെ മുഖത്തൊരു വാട്ടമുണ്ടാവും. പക്ഷേ ആ വാട്ടത്തോടുകൂടി ഞാൻ അകത്തോട്ട് ചെന്നെങ്കിലും പുള്ളി എന്നെ ഞെട്ടിച്ചു. പുള്ളിയുടെ മുഖത്തൊരു വാട്ടവുമില്ല. ഞാൻ ചോദിച്ചു ഈ പ്രത്യാശയുടെ കാരണം എന്നാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഓരോ ദിവസവും ഭാരം ഉണ്ടാകുമ്പോൾ നല്ല പ്രത്യാശയുടെ പാട്ടുകൾ തരും. അന്ന് അദ്ദേഹം പാടിയതാ. കാസറ്റിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആള് മരിച്ചു. 20 വർഷം കഴിഞ്ഞിട്ടും ആ പാട്ടിന്റെ ലൈനുകൾ എൻ്റെ അകത്തുനിന്ന് പോയിട്ടില്ല. എങ്ങനെ? ഓ ആ വീട്ടിൽ എൻ്റെ വാസമോർത്താൻ ഉള്ളം തുള്ളുന്നെൻ്റെ പാദം പൊങ്ങുന്നേ. ഓ ആ വീട്ടിൽ എൻ്റെ പുള്ളി പോയോ? ഓ ഉള്ളം തുള്ളുന്നെൻ്റെ പാദം പൊങ്ങുന്നേ. ഒരിക്കൽ ഞാൻ പറന്നുയരും എൻ്റെ ശാശ്വത ഭവനമതിൽ. ഒരിക്കൽ ഞാൻ പറന്നുയരും എൻ്റെ ശാശ്വത ഭവനമതിൽ. പ്രത്യാശയാണ്. ഓ പറന്നുയരാൻ അമീത. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പാടുന്നില്ല. സ്വോത്രം. അവർക്ക് വേണ്ട പിന്നെ ഞാൻ എന്തിനാ പാടുന്നു? ഉണ്ട കയറി ആ ഡിലേയും ഇല്ല. ഞാൻ എന്തിനാ പാടുന്നു? സ്വോത്രം, സ്വോത്രം. പ്രത്യാശ. അടുത്ത ലൈനുകളൊക്കെ ഭയങ്കര പവർഫുൾ ആവാസം. ഓ മരണമേ നിന്റെ വേണ്ട ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു കേട്ടോ. മരണമേ നിന്റെ ജയം എവിടെ? ജയ് വിളിച്ചു ഞാൻ പറന്നുയരും. ഓ മരണമേ നിന്റെ ജയം എവിടെ? ജയ് വിളിച്ചു ഞാൻ പറന്നുയരും. അടുത്തതൊക്കെ ഭയങ്കരമാണ്. ഓ ആ വീട്ടിൽ എൻ്റെ വാസമോർത്താൻ ഉള്ളം തുള്ളുന്നെൻ്റെ പാദം പൊങ്ങുന്നേ. അവിടുത്തെ വാസം ഓർക്കുമ്പോൾ ഉള്ളം തുള്ളും തന്ന്. എനിക്കറിയത്തില്ല നമ്മളൊക്കെ അവിടുത്തെ വാസത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ. അപ്പം നമുക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും മരിക്കാൻ പേടിയാ. അതാ മറ്റേ പാട്ട് പാടിയപ്പോൾ ആള് കുറഞ്ഞത്. ഏതാ? നിത്യമായ ഒരു സ്വർഗത്തിൽ പോകാൻ ഭയങ്കര കൊതിയാണെങ്കിലും മരണം പേടിയാ. ഒരു തലവേദന വന്നാൽ ഫസ്റ്റ് ഒപ്പീനിയൻ, സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ. അതിനിടയ്ക്ക് മക്കൾ UK-യിലുണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അവിടുത്തെ ഡോക്ടർമാരോട് മൊത്തം ചോദിക്കും. ഒരു കുഴപ്പമില്ലെന്ന് തീരുമാനമായതിന് ശേഷവും ഒരു ഡിസ്റ്റർബൻസ് ആ 2 മാസത്തേക്ക് തട്ടിപ്പോകുമോ? അതുവരെ ഈ സൈസ് പാട്ടുകൾ പാടാം. എന്നാൽ പണ്ടുള്ളവരുടെ പ്രതീക്ഷയായിരുന്നു ഈ ഉയർത്തെഴുന്നേൽപ്പ്. നിങ്ങൾക്കതിനകത്ത് ആവേശം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ആവേശത്തിലാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ മരിച്ചു. വെട്ടിക്കോടാ, കൊന്നോടാ, കുത്തിക്കോടാ. അവർ ചോദിച്ചു ഭയമില്ല. ഇല്ല. എന്താ? ഞങ്ങൾക്ക് ഇതല്ല വിഷയം. പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ഇന്ന് രാത്രി പുനരുത്ഥാനത്തിൽ അവൻ പ്രതീക്ഷയുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് കരം ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. തിരുവെഴുത്ത് പറയുന്നു ഉയർത്തെഴുന്നേൽക്കും. ഇനി ചരിത്രത്തിൽ നിന്നുള്ള തെളിവ്. കഴിഞ്ഞ 20 നൂറ്റാണ്ടായിട്ട് പലസ്തീനിൽ പോകുന്ന, ഇസ്രായേലിൽ പോകുന്ന സകലമാന ആൾക്കാരെയും എതിരേൽക്കുന്ന ഒരു വാക്യം അവിടെ ഉണ്ട്. അത് ആ കല്ലറയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാ? അവൻ ഇവിടെ ഇല്ല. പിന്നെ എന്ത് ചെയ്തു? ചരിത്രം സാക്ഷി. അവൻ ഇവിടെ ഇല്ല. ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മറ്റുള്ളവർക്കും ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും എന്നതിന്റെ തെളിവാണ്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം യേശു ഉയർത്തെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പിച്ചു വെച്ചോ, നാം ഉയർത്തെഴുന്നേറ്റിരിക്കും. ആമേൻ. ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കുന്നല്ലേ? സ്തോത്ര. ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെ നമുക്ക് മൗനം? അതല്ലേ നമ്മുടെ പ്രത്യാശ. പെന്തിക്കോസ്തി വന്നതിന്റെ പേരിൽ വേറെന്താ പ്രത്യാശ? നമ്മൾ അവസാനം പറയുന്ന ആശീർവാദത്തിനകത്ത് പറയുന്ന വാക്യത ആമേൻ കർത്താവേ
വേഗം വരണേ. ആമേൻ. അടുത്ത ഞായറാഴ്ച നമുക്ക് സഭായോഗം ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്നതിന് മുമ്പ് പാസ്റ്റർമാര് പറയും, കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ച കർത്തൃമേമേൻ സഭായോഗം ഉണ്ടാകും. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ബുധനാഴ്ച കോട്ടേജ് മുട്ടി കൂട്ടാകും. പെന്തിക്കോസ്തിനകത്ത് എൻ്റർ ചെയ്തത് സമ്പത്തുണ്ടാക്കാനല്ല, ഒറ്റ പ്രതീക്ഷയില്ല. ഒന്നെങ്കിൽ യേശുവിന്റെ വരവ്, അല്ലെങ്കിൽ എന്റെ പുനരുത്ഥാനം, ദൈവത്തിന്റെ കൂടെ വസിക്കുക. ഇന്ന് രാത്രി ആ പ്രതീക്ഷ അകത്തുള്ള എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം. എന്നോട് നിങ്ങളുണ്ടോ? കരമുയർത്തി ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ പറ്റുമെങ്കിൽ കരങ്ങളൊന്ന് വീശി കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ഇന്ന് രാത്രി ഈ മെസ്സേജ് കൈമാറുമ്പോൾ നിങ്ങളകത്ത് ആവേശം ഉണ്ടാകണം. ഈ മെസ്സേജ് കൈമാറുമ്പോൾ നിങ്ങളകത്ത് പ്രതീക്ഷ വർദ്ധിക്കണം. നിരാശകൾക്ക് ഇന്ന് രാത്രി സ്ഥാനമില്ല, ഭാരങ്ങൾക്ക് ഇന്ന് രാത്രി സ്ഥാനമില്ല. അതിനെ മുഴുവൻ കാസ്റ്റ് ഔട്ട് ചെയ്യണം. റിബാല ശംദർ ജനാഥന. ഇന്ന് രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഒരു അസാധാരണ പ്രതീക്ഷയോടെ, ഒരു അസാധാരണ സന്തോഷത്തോടെ, ഒരു അസാധാരണ കോൺഫിഡൻസോടെ വേണം ഇന്ന് രാത്രി കൺവെൻഷൻ വേദി വിട്ടിറങ്ങാൻ. ഇന്ന് രാത്രി അകത്ത് പ്രതീക്ഷയുള്ള എത്ര ദൈവമക്കൾ പറ, ഇല്ല ഈ മണ്ണെന്നെ പിടിച്ചു വെക്കത്തില്ല, ഇതെന്നെ ഒതുക്കി വെക്കത്തില്ല, ഞാൻ ഇവിടുന്ന് പറന്നുയരും. ഇന്ന് രാത്രി പ്രതീക്ഷയുള്ള ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise the Lord. Praise the Lord. ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇപ്പൊ ഇടയ്ക്കൊക്കെ ഞാനൊരു പാട്ട് പാടാറുണ്ട്. അപ്പൊ പാട്ടിന് പറ്റുന്നൊരു സംഭവം ഉണ്ട്. അവരിട്ട് തന്നാൽ നമുക്ക് പാടാനൊരു സുഖം വരും, എന്നാലേ അതിന് സുഖം വരത്തുള്ളൂ. സ്തോത്രം. ഓ ഉലകമകാന്മാർ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഓ ഉലകമകാന്മാർ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനെ യേശു മഹേശ്വരൻ മാത്രം വിശ്വാസത്തോടെ ചേർന്ന് പഠിക്കുന്നു. ഓ നമ്മൾ ഉന്നതനെ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഓ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഓ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമകാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. പക്ഷേ നമ്മുടെ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. അത് നമുക്ക് കിട്ടിയൊരു തെളിവുണ്ട്. യേശു ഉയർത്തെങ്കിൽ നമ്മെയും ഉയർപ്പിച്ചിരിക്കും. ഇന്ന് രാത്രി തീരുമാനം ഉറപ്പുള്ളവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരുക്കി കൂടി ഹല്ലേലൂയ പറ. ഇനി യേശു ഉയർത്തതിനെന്താ തെളിവ്? ദൂതന്മാരുടെ സാക്ഷ്യം 24:5. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇനി ലൂക്കോസ് 24:5 ഒഴിഞ്ഞ കല്ലറ. മത്തായി 28:11 കാവൽക്കാരുടെ സാക്ഷ്യം. അവര് പറഞ്ഞു സ്തോത്രം ഇല്ല, അവൻ ഇവിടെ ഇല്ല. ഉടനെ യഹൂദന്മാര് പറഞ്ഞു അങ്ങനല്ല പറയേണ്ടത്, ഇങ്ങനെ വേണം പറയാൻ. ഞങ്ങൾ ഉറങ്ങിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനെ എടുത്തോണ്ട് പോയി എന്ന് വേണം പറയാൻ. കാവൽക്കാരുടെ സാക്ഷ്യം. ഇനി 3 യേശുവിന്റെ പ്രത്യക്ഷതകൾ. അപ്പോസ്തല പ്രവൃത്തി 1-2 ചാപ്റ്റേഴ്സ്. ഇനി 4ാമത്തെ തെളിവ് വ്യക്തികളിലെ പരിവർത്തനം. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് പത്രോസിന്റെ മാറ്റം. ആമേൻ സ്തോത്രം. യോഹന്നാന്റെ മാറ്റം. ആമേൻ സ്തോത്ര സ്തോത്ര. അപ്പോസ്തലന്മാരുടെ പരിവർത്തനം. ഇതൊക്കെ തെളിവാണ് യേശു ഉയർത്തെന്ന്. ഇന്ന് രാത്രി ഈ തെളിവുകൾ മുമ്പോട്ട് വെക്കുമ്പോൾ അകത്ത് ആത്മാവുള്ളവർക്ക് ആർക്കും അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. വിശുദ്ധിയോടെ പാർക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ഈ ലോകത്തിന്റെ സകലമായ ചന്തയും പൊട്ടിച്ച് ഞാനും എഴുന്നേൽക്കുന്ന ഒരു സുദിനമുണ്ട്. അതായിരുന്നു വിശുദ്ധന്മാരുടെ പ്രത്യാശ. അതായിരുന്നു പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ പ്രത്യാശ.
ആ പുനരുത്ഥാനവും കർത്താവിൻ്റെ കൂടെയുള്ള വാസമൊക്കെ ആയിരുന്നു അവരുടെ മനസ്സിനകത്തുള്ള ആഗ്രഹം. ഈ ആ വാസത്തെക്കുറിച്ചൊക്കെ പാട്ടുകളൊക്കെ എത്ര സുന്ദരമായ പാട്ടുണ്ടെന്നറിയോ അന്നത്തെ പാട്ടുകളൊക്കെ. അത് പാടുമ്പോൾ നമുക്കൊരു ആവേശമാണ്, നമുക്കൊരു സന്തോഷമാണ്. സത്യം പറഞ്ഞ് ഇന്നത്തെ പാട്ടുകൾ മോശമൊന്നുമല്ല, നല്ല പാട്ടുകളാണ്. എന്നാലും നമുക്ക് തോന്നുന്നു ചില ചൈതന്യമൊക്കെ വരണമെങ്കിലല്ലേ അന്നത്തെ ആ പാട്ടുകളൊക്കെ വളരെ ഓ ശാലേംപുരേ ചെന്ന് ചേരുന്ന നാൾഹ എത്ര മോദമേ താവനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ. എന്താ കണ്ണുനീരില്ല അവിടെ ദുഃഖ വിലാപങ്ങളും ഇല്ലെന്ന്. കണ്ണുനീരുമില്ല, ദുഃഖവുമില്ല, വിലാപമില്ല. പിന്നെ നിത്യായുഗമുള്ള സന്തോഷ നാടതിനായി ഉള്ളമോ വാഞ്ചിക്കുന്നേ ഞാൻ യാഹേ സ്തുതിച്ചിടുമേ. പാട്ടുകൾ കണ്ടോ, നമ്മളിതിങ്ങനെ പാടി വിടുമെങ്കിൽ അർത്ഥം ഗ്രഹിക്കാറില്ല. പിന്നെ ഓ പ്രകളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ, പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ പ്രാണപ്രിയൻ വരുന്നു. ഓ പ്രാണപ്രിയൻ വരുന്നു. ഈ ലോക ക്ലേശങ്ങളേറിടുമ്പോൾ സാരമില്ലെന്നീടുക. ഈ ലോക ക്ലേശങ്ങൾ പാറയെ ചിരട്ടിയിട്ട് ഉറയ്ക്കുന്ന പോലെ എന്നാലും ഞാനതിൽ ആനന്ദിക്കുക. രക്തത്താൽ ജയം, എന്നാലും ഞാനതിൽ സന്തോഷിക്കുക. ഇന്ന് രാത്രി ഈ അകത്ത് പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് രാത്രിയിൽ ഒരു ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ഇന്ന് രാത്രി ദൈവസഭ മടങ്ങി വരട്ടെ. പല ചർച്ചും ഡെഡ് ചർച്ചസ് ആയി മാറുക, പല കൺവെൻഷൻസും അങ്ങനെ മാറുക. കാരണം ജനത്തിന്റെ അകത്ത് ആവേശമുളവാക്കുന്ന, പ്രചോദനമുളവാക്കുന്ന മെസ്സേജുകൾ പരിമിതമാണ്. നിത്യതയെക്കുറിച്ചുള്ള സബ്ജക്റ്റുകൾ കുറവാണ്. കർത്താവിന്റെ മടങ്ങി വരവ്, കുഞ്ഞാടിന്റെ കല്യാണം, ചൂള പോലെ കത്തുന്ന ദിവസം, ഇതൊക്കെ എന്ന് കേൾക്കുന്നു. ശാശ്വത ഭവനം, ഇതൊക്കെ പണ്ട് ആൾക്കാരെ ഇളക്കി മറിച്ച ദൂതുകളായിരുന്നു. രക്തത്താൽ ജയം. പക്ഷെ ഇന്ന് വേദികൾക്കകത്ത് അത് കേൾക്കാനില്ല. അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് മാർക്കിട്ട് പോകുന്നല്ലാതെ ഒരാൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. ഇന്നലെ വന്ന പോലെ ഇന്നും വന്നിട്ട് പോകുക, അങ്ങനെയല്ല. ഇത് റിസൾട്ട് ഉള്ള മെസ്സേജുകളായി മാറട്ടെ. ഈ രാത്രി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രാത്രിമാരുടെ പുനരുത്ഥാനം ഒന്നെങ്കിൽ ക്രിസ്തുവിന്റെ കാരണം. ചിലർക്കെങ്കിലും പുനരുത്ഥാന ശരീരത്തെക്കുറിച്ച് വലിയ ഐഡിയ ഉള്ളവരല്ല. പലർക്കും ഇതൊരു മായ കാഴ്ച പോലെ ആ ഗൗരവമായിട്ട് ചിന്തിക്കാറില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഉയർത്തെഴുന്നേൽക്കുന്ന ബോഡിക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും പലർക്കും അറിയത്തില്ല. ഞാൻ 2-3 കാര്യം മാത്രം എന്ന് പറയാം. 7 വിധ ഉയർച്ചകൾ ഉള്ളതാണ്. എല്ലാം പറയാൻ സമയമുണ്ടോ? എനിക്ക് സമയം തീർന്നു, ശരിക്കും പറഞ്ഞാൽ സമയം തീർന്നു. എങ്കിലും ഒരു 10 മിനിറ്റ് കൊണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കാം. പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത, അങ്ങനെ ഉയർക്കുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെ ആയിരിക്കും? ഇവിടെ നോക്കിയേ, ഒന്ന്, ഇത് റിയലായ ബോഡി ആയിരിക്കും. ഇതുപോലെയൊക്കെ തന്നെ കാണും. ചെറിയ രൂപാന്തരം സംഭവിക്കും, പക്ഷെ ഇതുപോലെ തന്നെ കാണും. അല്ലേ പിന്നെ എങ്ങനെ ചൂടറിയാൻ പറ്റുക? ഈ തീക്കൊക്കെ തുപ്പിടുമ്പോ തീയുടെ ചൂടറിയണ്ടായോ? തെളിവുണ്ടോ? യെസ്. ധനവാൻ ലാസർ, ഒരുത്തൻ പാവി, മറ്റൊൻ രോഗി, രണ്ടുപേരും താമസം ഒറ്റ വീട്ടില്ല അല്ലേ? ധനവാനെ കുറിച്ചൊക്കെ ഞങ്ങളുടെ ജനറൽ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ക്വാളിറ്റി ഉള്ള ആളാ ധനവാൻ. സത്യം പറയാം, പെന്തിക്കോസ്തുകാരേക്കാൾ പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞത് നമ്മൾ മാത്രമേ ഉള്ളല്ലോ. നമുക്ക് നമ്മെ സ്വയം വിമർശിക്കാമല്ലോ. മറ്റുള്ളവരെ വിമർശിക്കുമ്പോഴല്ലേ അവർക്ക് വിഷമം വരുന്നേ. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മളെക്കാൾ കൊള്ളാം ഈ മനുഷ്യൻ. നായ്ക്കൽ വന്ന് വ്രണം നക്കുന്ന രോഗിക്ക് മരണം വരെ കിടക്കാൻ സിറ്റ് ഔട്ട് കൊടുത്തെന്ന്. നായ്ക്കല വന്ന് ഈ ഡ്രസ്സ് ചെയ്യുന്നതാണ്. ചോദിച്ചു, ലാസറെ കിടക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ വാടാ, കൊട്ടാരത്തിൽ ആ സിറ്റ് ഔട്ടിൽ കിടന്നോളാൻ. പഠിപ്പുരം സിറ്റ് ഔട്ടോ ഔട്ട് ഹൗസ് എന്തോ ആയിക്കോട്ടെ, കൊടുത്തല്ലോ. വലിയ ആഡംബര കൊട്ടാരത്തിൽ പാർക്കുന്നവന്റെ മനസ്സ് കണ്ടോ? എങ്കിലും വെളിവില്ല. അതാണ് അവര് വന്ന് വൈകിട്ട് മേടിച്ചുകൊണ്ട് കഴിഞ്ഞതാണ്. നമുക്ക് അങ്ങനെയല്ല. സ്തോത്രം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് വരിക. മരണം വരെ ഫുഡ് കൊടുത്തു, താമസിക്കാൻ സ്ഥലം കൊടുത്തു, മരണം വരെ ഫുഡും കൊടുത്തു. അയാളുടെ പേരറിയാം,
മരിച്ചിട്ട് യാതനാ സ്ഥലത്ത് ഇരുന്നപ്പോൾ അയാൾ പറയാണ്, ലാസറിനെ എൻ്റെ വീട്ടിലോട്ട് വിടാമോ? ചോദിച്ചു, എന്തിനാ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്, ഇയാളെ ചെന്ന് പറയുവാണെങ്കിൽ അവര് സ്വർഗത്തിലോട്ട് പൊക്കോളും, അല്ലേ പിന്നെ അവന്മാർ ഇങ്ങോട്ട് എന്ത് ചെയ്യും? മരിച്ച അത്തിട്ട് മുളുടെ സഹോദര സ്നേഹം കണ്ടോ? ആള് മരിച്ചു യാതനാ സ്ഥലത്ത്. എന്നോട് പറയാം, ബ്രദർ കുട്ടച്ചാനോട് പറയാമോ? കുട്ടച്ചാൻ പോക്കോട്ടെ. അവിടെയൊക്കെ നമ്മള് കർത്താവിൻ്റെ വരവിന് വേണ്ടി പെട്ടെന്ന് കയറി പ്രാർത്ഥിക്കേണ്ട കേട്ടോ. കാരണം വലിയ പ്രയാസമാണ് കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ കൺവെൻഷനൊക്കെ കൂടി പോവാണെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോവാം. യാതനാ സ്ഥലം, മറ്റവൻ പർദീസ. അയ്യോ എനിക്ക് ദാഹിക്കുന്നു. ഇതെങ്ങനെ സെൻസ് ചെയ്തു? ദാഹം ഫീൽ ചെയ്യും. ലാസർ അല്ലേ അത്? ലാസറിനെ മനസ്സിലായി. അബ്രഹാം പിതാവേ, ധനവാനോട് ചോദിച്ചു, നീ കണ്ടിട്ടുണ്ടോ അബ്രഹാമിനെ? ഇല്ല. ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ മനസ്സിലായി? യെസ്, എനിക്ക് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാകുന്ന ബോഡി. അബ്രഹാമിനെ അറിയാം, ലാസറിനെ അറിയാം. ചേട്ടന്മാരെ കുറിച്ചുള്ള വിഷമം, ചേട്ടന്മാർ വികാരങ്ങളുള്ള ബോഡി. ഇത് മായയാണെന്ന് ചിന്തിക്കണ്ട. എന്തൊക്കെ ഉണ്ടെന്ന് അനുഭവിക്കാൻ പറ്റുന്ന ബോഡിയായിരിക്കും പുനരുത്ഥാനത്തിന്റെ ശരീരം. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്. ശിഷ്യന്മാരുടെ വന്നിട്ട് പറഞ്ഞു, ഇത് കണ്ടോടാ, മുറിപ്പാടുകൾ കണ്ടോ? ഇപ്പൊ മുറിപ്പാടുകൾ കാണാവുന്ന ശരീരം. തോമസെ വിരലിടണോ? ഓക്കെയും വിരലിടാവുന്ന ശരീരം. ഇപ്പൊ മരിച്ചതിന് അപ്പുറത്തേക്ക് പോയാൽ ആത്മാവ് മാത്രമുള്ളെന്ന് ചിന്തിക്കരുത്. നിനക്കൊരു ശരീരമുണ്ട്, സകലതും തിരിച്ചറിയാവുന്ന റിയൽ ബോഡി. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് കർത്താവിന് സ്തോത്രം. ഈ രാത്രിയിൽ തീരുമാനിക്കണം, ആ ബോഡിയുമായി ഞാൻ എവിടെ ചെലവഴിക്കണമെന്ന്. അതിനായി യോഗം. ഇന്ന് രാത്രി നിന്നെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവാ. ഈ രാത്രി ഈ മെസ്സേജ് നീ കേൾക്കാൻ ദൈവം ആഗ്രഹിച്ച് പാരമ്പര്യത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ച് ഇന്ന് രാത്രി നിത്യജീവൻ ഉറപ്പിക്കാൻ തയ്യാറാവണം. നിനക്ക് കൂട്ടായി ആരും നിൽക്കത്തില്ല. നിനക്ക് വക്കാലത്ത് പറയാൻ അവിടെ ഓരോറ്റ മനുഷ്യൻ വരത്തില്ല. നീ മാത്രമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ദിവസമുണ്ടെന്ന ഇന്ന് രാത്രി തമ്പുരാൻ ഓർപ്പിക്കുന്നത്. നാളെയാകട്ടെന്നോ അടുത്ത ആഴ്ചയാവട്ടെന്നോ പറഞ്ഞു പോകാൻ ഇനി സമയമൊന്നുമില്ല. കൺമുമ്പിൽ എത്ര എണ്ണമാ മാഞ്ഞു പോകുന്നേ, അല്ലേ? സ്തോത്രം. മനുഷ്യജീവിതത്തെ കുറിച്ചുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ ഒരു നെടുവീർപ്പ് പോലെ, അടുത്തത് ഒരു സ്വപ്നം പോലെ, പിന്നെ മാഞ്ഞു പോകുന്ന ഒരു ആവി പോലെ, പൂവിന് തുല്യം. ലിസൺ ടു മീ, പുല്ലിനു തുല്യം. ഇങ്ങോട്ടെടുക്കുന്ന ശ്വാസം അങ്ങോട്ട് വിടാമെന്ന് ഉറപ്പിച്ചു പറയാൻ കരുത്തുള്ള ഓരോറ്റ മനുഷ്യൻ ഇന്ന് രാത്രി എന്റെ മുമ്പിലില്ല, എനിക്കുമില്ല. രക്തത്താൽ ചെയ്യാം. ഇനി ചിന്ത തീരുമാനമെടുക്കാൻ വൈകുന്നത് മണ്ടത്തരമാകും. വിശുദ്ധ ബൈബിൾ പറയുന്നു, നിങ്ങൾ ഭോഷന്മാർ ആകരുത്, ഫൂളാകരുത്, വിഡ്ഢിയാകരുത്, തന്നെത്താൻ വഞ്ചിക്കരുത്. ഇതൊക്കെയാ ബൈബിൾ വാക്യങ്ങൾ. ഒന്ന്, ഇത് റിയൽ ശരീരമാണ്. ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇത് ആത്മീയ ശരീരം കൂടെയാണ്. ഇതിന് ദൂതന്മാരുടെ ശരീരം പോലെ പ്രത്യേകതകളുണ്ട്. എന്താ ദൂതന്റെ പ്രത്യേകത? ദൂതന്റെ പ്രത്യേകത, ഈ മണ്ണിന്റെ ആകർഷണ ശക്തിക്ക് ദൂതനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. മീൻസ് ഈ ഭൂഗുരുത്താകർഷണ ശക്തിയെ ഓവർകം ചെയ്യുന്ന ഒരു പവർ ഇതിനുണ്ട്. സ്തോത്രം. നിങ്ങൾ മിണ്ടിയില്ല കേട്ടോ, ഞാനതിനെ വിശ്വസിക്കുന്നതാണ്. താഴോട്ട് ഇറങ്ങി വന്നാൽ സകലത്തെ ഈ മണ്ണ് പിടിച്ചു വലിച്ചു താഴോട്ടെടുക്കും. എന്നാൽ ഈ മണ്ണിനെ പിടിച്ചു വലിക്കാൻ കഴിയാത്തൊരു പവർ പുനരുത്ഥാന ശരീരത്തിനകത്തുണ്ടാകും. ഇന്ന് രാത്രി പ്രത്യാശയുള്ള എത്ര ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. മൈലുകൾ സഞ്ചരിക്കാൻ ഇതിന് അധികം സമയം വേണ്ട. എന്നെ തൊടരുതെന്ന് രാവിലെ പറഞ്ഞെങ്കിൽ വൈകുന്നേരം പറഞ്ഞ് എന്നെ തൊട്ടു. എന്താ തൊടാൻ പാടില്ലാത്തത്? ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല എന്ന് പറഞ്ഞ സ്വർഗത്തോളം പോയിട്ട് വരാൻ അധികം സമയം വേണ്ടാത്തൊരു സൂപ്പർ നാച്ചുറൽ പവർ ഈ ശരീരത്തിനകത്തുണ്ട്. ഇന്ന് രാത്രി അത് പ്രാപിക്കാൻ കൊതിക്കുന്ന എത്ര പേർ? അല്ല, ഇത് പറഞ്ഞിട്ടും നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ മറ്റെന്തോവാ, അല്ലേ? ഇത് പറഞ്ഞിട്ടും നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ മറ്റെന്തോവാ. കാരണം ക്രിസ്തീയ പ്രത്യാശ ഉയർത്തെഴുന്നേൽപ്പാണ്. ക്രിസ്തീയ പ്രത്യാശ സ്വർഗരാജ്യ പ്രവേശനമാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് കർത്താവിന് സ്തോത്രം. യഥാർത്ഥ ശരീരം, ഇതൊരു ആത്മീയ ശരീരം. അടുത്തത്, ഇതൊരു സ്വർഗീയ ശരീരം. എന്നാ? ലൗകിക വികാരങ്ങളോ ആഗ്രഹങ്ങളോ അതിലില്ല, വിവാഹവും ഇല്ല. സ്തോത്രം. ദൂതന്മാരെ പോലെയുള്ള നല്ല ശരീരം. പിന്നെ വിശപ്പും ദാഹവും ഇല്ല.
എന്നും പറഞ്ഞ് കഴിക്കാതിരിക്കണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ കഴിക്കാം. ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിക്കാനാ. എന്തിനാച്ചാ ഞാൻ അവിടെ കിടന്ന് ഫാസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ ഫാസ്റ്റിങ്ങിനാ കൂടുതലും. അവിടെ ഞാൻ എന്തിനു ഫാസ്റ്റ് ചെയ്യണം? മാസാമാസം ഫലം കായ്ക്കുന്ന വൃക്ഷമുള്ളപ്പോൾ അത് നോക്കിയിരുത്തി അവിടെ ഉപവസിക്കേണ്ട കാര്യമില്ല. മണവാളൻ കൂടെയുള്ളപ്പോൾ തോർമക്കാർ ഉപവസിക്കേണ്ടതില്ല. മണവാളൻ വിട്ടു പിരിയുന്ന നാഴിക ഉണ്ടാകും, അന്ന് അവർ ഉപവസിക്കും. ഇപ്പൊ മണവാളൻ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിന് ഫാസ്റ്റ് ചെയ്യണം? എനിക്ക് കഴിക്കാൻ അവസരമുണ്ടായാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇവിടെ കഴിക്കാവുന്ന ശരീരമാണ് ഇത്, കുടിക്കാവുന്ന ശരീരമാണ്. ഇന്ന് രാത്രി സന്തോഷമുണ്ടോ? തേജസ്സുള്ള ശരീരമായിരിക്കും. പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയ തേജസ് മടക്കി കിട്ടുന്ന തേജസ്സുള്ള ബോഡി. സ്തോത്രം, സ്തോത്രം. അടുത്തത്, ഇത് പൂർണ്ണമായ ശരീരമായിരിക്കും എന്ന് പറഞ്ഞാൽ അംഗപരിമിതി ഇല്ല, മുച്ചക്രത്തിന്റെ ആവശ്യം ഇല്ല, സ്തോത്രം, ഓക്കറിന്റെ ആവശ്യം ഇല്ല. പിന്നെ മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും. ഓ സ്തോത്രം. എവിടോ ഒരു പ്രസംഗം ഇതിന്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു. ഒരു മുച്ചക്ര വാഹനത്തിൽ വന്നൊരു അച്ചായി നിന്ന് കരയുന്നു. കാരണം കൺവെൻഷൻ ഗ്രൗണ്ടിൽ വരാൻ പറ്റത്തില്ല, റോഡ് താഴെയാ. അവിടെ വണ്ടി ഇട്ടേച്ച് മെസ്സേജ് കേൾക്കുമ്പോഴാ ഈ പദം പറയുന്നത്. ഈ ശരീരത്തിന്റെ പ്രത്യേകത, ഇത് അംഗപരിമിതി ഉള്ള ബോഡി ആയിരിക്കത്തില്ല. മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് ഹല്ലേലൂയ പറഞ്ഞു. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പോടെ സന്തോഷത്തോടെ ഓ റബ ശാന്തനേ പ്രൈസ് ദി ലോർഡ്, ഇത് പൂർണ്ണമായ ശരീരമായിരിക്കും. അടുത്തത്, ഇത് വ്യത്യസ്തതയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ മൂഞ്ചിയും തമിഴിൽ പറഞ്ഞാൽ മൊഹരയും ആയിരിക്കത്തില്ല. പിന്നെ വ്യത്യാസമായിരിക്കും. എന്നാലല്ലേ തിരിച്ചറിയാൻ പറ്റൂ. ആ പോകുന്നത് കുഞ്ഞുവാഞ്ചൻ അന്ന് കുഞ്ഞമാമയാന്നൊക്കെ അറിയാൻ പറ്റും. വ്യത്യസ്തമായ ശരീരം ഓരോരുത്തർക്കും അതുകൊണ്ടല്ലേ ഇത് ഏലിയാവല്ലയോ? യെസ്. ഇത് മോശയല്ലയോ? ആ, രണ്ട് കുടിലുണ്ടാക്കിയാലോ? മോശയും ആത്മാവാണെങ്കിൽ എങ്ങനെ അറിയാം? അപ്പം മോശയെ തിരിച്ചറിയാം, ഏലിയാവിനെ തിരിച്ചറിയാം, ലാസറിനെ തിരിച്ചറിയാം, അബ്രഹാമിനെ തിരിച്ചറിയാം, ധനവാനെ തിരിച്ചറിയാൻ പറ്റുന്ന ശരീരം. ഹല്ലേലൂയ. മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരെ കാണുന്ന കാര്യം ഓർത്ത് നോക്കിക്കേ. വേണ്ട ഓർക്കാൻ. 9 മണിയായെന്ന് പറഞ്ഞിരിക്കുക. രക്തത്താലിച്ചയം. രണ്ട് കാര്യയുടെ പറഞ്ഞാൽ എന്റെ പ്രസംഗം വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് വ്യത്യസ്തമായ ശരീരമാണ്, തിരിച്ചറിയാൻ കഴിയുന്ന ശരീരം. എക്സാമ്പിൾ, ധനവാൻ, ലാസർ, മോശ, ഏലിയ തുടങ്ങിയവർ. സ്തോത്രം. ഇനി 7ാമത്തെ പ്രത്യേകത, ഇത് അപരിമിതമായ ശരീരമായിരിക്കും. മീൻസ് പ്രായം വർദ്ധിക്കുന്നില്ല. അസാധാരണമായ ഒരു ശക്തി ഈ ശരീരത്തിനകത്തുണ്ട്. സ്തോത്രം, സ്തോത്രം. ഈ തേജസ്സുള്ള ശരീരം പ്രാപിച്ച് കർത്താവിന്റെ കൂടെ വസിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അത് പറയാനാണ് ഞാൻ നിങ്ങൾക്കുന്നത്. അത് മറ്റൊന്നുമല്ല, മരിക്കുമ്പോ എങ്ങനെയെങ്കിലും മരിച്ചാൽ പറ്റത്തില്ല. പിന്നെ ക്രിസ്തുവിൽ എങ്ങനെയാ മരിക്കുന്നത്? സിമ്പിൾ. ക്രിസ്തുവിൽ ജനിച്ചാൽ മതി. എങ്ങനെയാ ക്രിസ്തുവിൽ ജനിക്കുന്നേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒന്നും ചെയ്യണ്ട. ആ ഇരിക്കുന്ന കസേര ഇരുന്നോണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്റെ കർത്താവേ, കാൽവറിയിൽ എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചതാണ്, അങ്ങയുടെ മരണം എനിക്കും വേണ്ടിയിട്ടാണ്. എന്റെ രക്ഷിതാവും കർത്താവും ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു. നിന്റെ മകനായി മകളായി എന്നെ സ്വീകരിക്കണമേ. നിന്റെ മകനായി, നീ എന്റെ പിതാവായി വാഴണമേ എന്നെന്ന് പ്രാർത്ഥിച്ചാൽ നീ ജനിക്കുക, വീണ്ടും ജനിക്കുക. നീ പിതാവിന്റെ മകനായി ജനിക്കുക. ഒറ്റ സെക്കൻഡിൽ നിന്റെ നരകവിധി. പിന്നെ എന്ത് ചെയ്യണം? ജനിച്ചാൽ മാത്രം മതിയോ? ഇല്ല. പിന്നെ ജീവിക്കുക. എങ്ങനെ? ക്രിസ്തു ഉള്ള പോലെ ജീവിക്കുക. അതെങ്ങനെ? ക്രിസ്തു ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ പോകാൻ പറ്റുന്നിടത്ത് പോവുക, ക്രിസ്തു പറയുന്നത് പോലെ പറയുക, ക്രിസ്തു ജീവിക്കുന്ന പോലെ ജീവിക്കുക. സമാപനത്തിൽ ക്രിസ്തുവിനെ പോലെ എന്ത് ചെയ്യുക? ക്രിസ്തുവിൽ മരിക്കുക. അങ്ങനെ മരിച്ചാലോ ക്രിസ്തുവിനോട് കൂടെ വാഴാം. ഇന്ന് രാത്രി അത് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? മറുഭാഗം കൂടെ പറയാം. അങ്ങനെ എനിക്ക് വാഴാൻ മനസ്സില്ലെങ്കിലോ, ഡോണ്ട് വറി, പേടിക്കണ്ട. മരിക്കും, അതിൽ സംശയമില്ല. ഉയർക്കും എന്നതിലും സംശയമില്ല. പക്ഷേ വാസം മറ്റൊരു സ്ഥലത്തായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നരകം, അവിടെ ആയിരിക്കും വാസം. അവിടെ ആ ഭാഗത്തെക്കുറിച്ച് പറയുന്ന ബൈബിൾ വാക്യമുണ്ട്. യെശയ്യാവ് 14:9 വായിക്കണ്ട. അവിടെ ഇങ്ങനെ പറയുന്നു,
നിന്റെ വരവിങ്കൽ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു, ഇളകുന്നു. ആണ്ട്ര വരുന്നു, പെന്തിക്കോസ്ത് ആണ്ട്ര വരുന്നു, ഇളകുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരായ പ്രേതങ്ങളെ ഉണർത്തുന്നു. പ്രേതങ്ങൾ മൊത്തം അവിടെ നിന്നെ ചൊല്ലി ആണ്ട്ര വരുന്നു, ഏലപ്പാറ വരുന്നു, കുഞ്ഞൂട്ടി വരുന്നു, തങ്കച്ചൻ വരുന്നു. ജാതികളുടെ രാജാക്കന്മാരുടെ സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് അടുത്ത വാക്യം, അവരൊക്കെയും നിന്നോട്. ആ ചോദ്യം വളരെ പ്രാധാന്യമാണ്. നീയും ഞങ്ങളെ പോലെ ബലഹീനൻ ആയോ? നീയും ഞങ്ങൾക്ക് തുല്യനായോ? നീ കൈയടിക്കാൻ പോയ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് നീ മേളിൽ ചെല്ലുമെന്ന്. ബൈബിളും കക്ഷത്ത് വെച്ച് സഭായോഗത്തിന്റെ പുറത്ത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് നീ ഉറപ്പിക്കുമെന്ന്. നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ? ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് കർത്താവിന് സ്തോത്രം. ഇല്ല തമ്പുരാനെ, ഇന്ന് രാത്രി എനിക്ക് നിത്യത ആവശ്യമാണ്, എനിക്ക് ദൈവത്തിന്റെ കൂടെയുള്ള വാസമാണ് ആവശ്യം എന്നകത്ത് കൊതിയുള്ള എത്ര ദൈവമക്കൾ അവരൊന്ന് എഴുന്നേറ്റ് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ.